ഹായ്, ദുബായിലെ ഗാലറി വിഷൻ മീഡിയയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് 30 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള രാജ്കുമാരി ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട നാദിർഷ. സ്വാഗതം. സ്വർണ്ണ വ്യാപാര രംഗത്ത് രാജ്കുമാരി എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഓഫറുകൾ? ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കാനാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ്. കാരണം എന്തായാലും ദുബായ്ക്കാർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഓഫറാണ് നിങ്ങൾ പ്ലാനിട്ട് വെച്ചത്? അതായത് ഈ വില ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ 12 മാസത്തെ സ്കീമിൽ 11 മാസത്തെ പേയ്മെൻറ്റ് അടച്ചാൽ ഞങ്ങളുടെ ഷോറൂമിലുള്ള ഏത് ഓർണമെൻറ്റ്സ്, അതായത് ഇൻക്ലൂഡിങ് മദീന മാളിൽ ചെന്നിട്ട് രാജകുമാരിയുടെ ഷോപ്പിൽ ചെന്നിട്ട് നേരെ കുത്തനെ പോയിട്ട് ഒരു സെൽഫി എടുത്തിട്ട് രാജകുമാരിക്ക് മെൻഷൻ ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ടാളുകൾക്ക് എന്ത് കൊടുക്കുന്ന പറഞ്ഞേ? കടയിൽ കയറിക്കണ്, നമ്മൾ വട്ടം കറങ്ങിക്കണ്, ഡയമണ്ട് വെട്ടിത്തിളങ്ങിക്കണ്, ഒപ്പം ഓഫറും വെച്ചിക്കണ്. അടുത്ത രാജകുമാരി GCCയിൽ എവിടെ കാണുന്നു? ഇൻഷാ അല്ലാ തൊട്ടടുത്ത മാസങ്ങളിൽ. ഹായ്, ദുബായിലെ ഗാലറി വിഷൻ മീഡിയയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് 30 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള രാജ്കുമാരി ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട നാദിർഷ. സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. ഒരു ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകൾക്ക് സുപരിതനായിട്ട് ഉള്ള ഒരു വ്യക്തി എന്നതിലപ്പുറത്ത് പാട്ടിനെയും പാട്ടുകാരെയും കലാകാരന്മാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നതിൽ അപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണ്. ഒരുപക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് ദുബായിൽ രാജ്കുമാരി തുടക്കം ഇട്ടെന്ന് അറിഞ്ഞതിൽ. ഒരുപാട് സ്ഥാപനങ്ങൾക്കിടയിൽ, ഗോൾഡ് ബിസിനസ്സുകാർക്കിടയിൽ ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരുപാട് ആളുകളുള്ള ദുബായ്ക്കകത്ത് സ്വർണ്ണ വ്യാപാര രംഗത്ത് രാജ്കുമാരി എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഓഫറുകൾ? ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കാനാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ദുബായിൽ വന്നിട്ടുള്ളത്. അതായത് കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ എന്നാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഞങ്ങൾ അവകാശപ്പെടുന്നതല്ല, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പറയുന്നത്. അതായത് വില ഇത്ര കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും കസ്റ്റമേഴ്സ് ആഗ്രഹിച്ച് വരുന്ന പ്രോഡക്റ്റ് നമ്മളുടെ നിന്ന് എടുത്തു പോകാൻ അവർക്ക് അവസരമുണ്ട്. അത് ഞങ്ങളുടെ ഈ ദുബായിലെ ഷോറൂമിലും ഉണ്ട്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാണ്ട് മാക്സിമം കസ്റ്റമേഴ്സിന് അത് എത്രത്തോളം മേക്കിംഗ് ചാർജ് കുറച്ച് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ബിഗിനറല്ലേ, അപ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് അവരുടെ ജനഹൃദയങ്ങളിലേക്ക് നമ്മൾ കയറി പറ്റണം. ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ്. കാരണം അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ പണം ചെലവഴിക്കാതെ ആ ഒരു പണം വരുന്ന കസ്റ്റമേഴ്സിന് സാധാരണ സ്വർണത്തിൻ്റെ വിലയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓഫറുകളുമായിട്ട് രാജകുമാരിയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വർണം വാങ്ങുമ്പം അവിശ്വസനീയമായിട്ടുള്ള ഓഫറുകൾ നിങ്ങൾക്ക് നൽകാനുള്ള കാരണമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു അവസരം മുതലെടുക്കുക. ഉറപ്പായിട്ടും. രാജ്കുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ദുബായിൽ ഈ റംസാൻ സമയത്ത് എന്തായാലും ദുബായ്ക്കാർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഓഫർ നിങ്ങൾ പ്ലാനിട്ട് വെച്ച്? അതായത് ഈ വില ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ആശ്വാസകരമായ ഒരു ഓഫറാണ്. നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മേക്കിംഗ് ചാർജ് ഇല്ലാണ്ട്, അതായത് 0 മേക്കിംഗ് ചാർജിന് ബാംഗിൾസ്, ചെയിന്, സ്റ്റഡ്, ബ്രേസ്ലെറ്റ്, നെക്ലസ്, ഈ പറഞ്ഞ ഏത് ഓർണമെൻറ്റ്സും ഒരു മേക്കിംഗ് ചാർജും കൊടുക്കാണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ ഷോറൂമിലുണ്ട്. രാജ്കുമാരിയിൽ ചെന്ന് കഴിഞ്ഞാൽ 0% നിങ്ങൾക്ക് സ്വർണം വാങ്ങാനും പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാനും ഈ റംസാനിൽ കിട്ടിയ ഒരു സ്പെഷ്യൽ ഓഫറാണ്. ഡിസൈനർ ആഭരണങ്ങളാണെങ്കിൽ എന്താണ് അതിനകത്ത് വെച്ചിട്ടുള്ള സ്കീം? അപ് ടു 2.99% നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ദുബായിൽ വന്നു, മദീന മാളിലാണ് ആദ്യത്തെ രാജകുമാരി തുടക്കം ഇട്ടത്. ഏകദേശം സെയിലും കാര്യങ്ങളൊക്കെ ആയി. സ്വർണവുമായി ബന്ധപ്പെട്ടിട്ട് എവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് മുന്നിൽ നിങ്ങൾ വരുമ്പം അതിനൊരു ചന്തം വേറെയാണ്. തീർച്ചയായിട്ടും. കാരണം ബിസിനസ് മേഖലയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത വാല്യൂ വലുതാണ്. അപ്പോൾ നമ്മുടെ ദുബായിലുള്ള ഈ സ്വർണം പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് ഈ ഒരു ഓഫറുകൾ താൽക്കാലികം 1 മാസത്തേക്ക് അല്ലെങ്കിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് മാത്രമല്ലാതെ ഫുൾ ടൈം ഇനി ദുബായ്ക്കാർക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ഓഫറുകളും ഇനിയും ഉണ്ടാവും. അതായത് ഞങ്ങളുടെ ബിസിനസ്സിൽ കുറഞ്ഞ പ്രോഫിറ്റിൽ കസ്റ്റമേഴ്സിന് മാക്സിമം ഓഫറുകളിൽ തന്നെ ഇനി വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് ഗോൾഡ് ഓർണമെൻറ്റ്സിൽ ഇനിയിപ്പോൾ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് ആഭരണങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 60% ഫ്ലാറ്റ് ഓഫറാണ് കൊടുക്കുന്നത്. ഡയമണ്ട് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 60% ആണ്
ഫ്ലാറ്റ് ഓഫറായിട്ട് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് റംസാനോടനുബന്ധിച്ചിട്ട് ഇത്രയും ഓഫറുകളുടെ ഒരു എന്താ പറയുക, ഒരു തകർപ്പൻ ഓഫറുകൾ ഇങ്ങനെ അഴിച്ചുവിട്ടതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ തുക അഡ്വർടൈസ്മെൻറ്റിനൊന്നും ചിലവാക്കാതെ ആ ഒരു തുക സ്വർണം വാങ്ങുന്നവർക്ക് ഒരു ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതെ, ദുബായിലെ സ്വർണം പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വളരെ എന്താ പറയുക, മനോഹരമായിട്ടുള്ള എന്നാൽ ഒരുപാട് ലാഭകരമായിട്ടുള്ള ഓഫറുകളാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളത്. അതെ. ഇങ്ങനെ ജനങ്ങളുമായിട്ട് എന്താ പറയുക, നല്ല ഓഫറുകളുടെ ഒരു പൊടിപൂരം ഒരുക്കിയതിൻ്റെ പിന്നിൽ എന്താണ്? അതായത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ ഒരുപാട് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും റീസണബിളായിട്ട് പ്രോഡക്റ്റ് നൽകാൻ കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർ ഞങ്ങളെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകില്ല. അത് തന്നെയാണ് നമ്മുടെ മെയിൻ പ്ലാൻ. തീർച്ചയായിട്ടും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് നമ്മൾ ഇന്നലെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്, രാജകുമാരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് ആളുകളുടെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലാത്ത ആളുകളുടെ മനസ്സിൽ പോലും സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ് രാജകുമാരി. അതെ. ശരിക്കും ദുബായിലേക്ക് വരുമ്പം ദുബായിലെ ആദ്യത്തെ ഒരു സ്ഥാപനമാണോ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് മദീന മാളിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്? അതെ, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫസ്റ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റാണ് ഈ ദുബായിൽ കിസൈസിൽ മദീന മാളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വർണം ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് പോകണം എന്ന് എന്നെപ്പോലത്തെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ രാജകുമാരി നൽകുന്ന ഒരു സ്കീം പറഞ്ഞു. 100 ദിർഹംസ് മുതൽ അടച്ച് മന്ത്ലി സ്കീം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് 12 മാസത്തെ സ്കീമിൽ 11 മാസത്തെ പേയ്മെൻറ്റ് അടച്ചാൽ ഞങ്ങളുടെ ഷോറൂമിലുള്ള ഏത് ഓർണമെൻറ്റ്സും, അതായത് ഇൻക്ലൂഡിങ് ഡയമണ്ട് ആഭരണം ഉൾപ്പെടെ വിത്തൗട്ട് മേക്കിംഗ് ചാർജിൽ പർച്ചേസ് ചെയ്യാം. വിത്തൗട്ട് മേക്കിംഗ് ചാർജിൽ ദുബായിലിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾക്ക് മാസം തവണകളായിട്ട് കുറച്ച് കിട്ടുന്നത് എന്താണോ അതൊക്കെ നമ്മുടെ രാജകുമാരിയിൽ നിക്ഷേപിച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ 12 മാസം തികയുന്നതിന് മുൻപ് 11 മാസം കൊണ്ട് അത്യാവശ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഗോൾഡ് സ്വന്തമാക്കാനുള്ളൊരവസരം. അതെ, മിസ് ചെയ്യേണ്ട. നമ്മളിവിടെ വന്നതിന് ശേഷം ജ്വല്ലറി കാണാൻ വേണ്ടിയിട്ട് എന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയതിന് ശേഷം അവിടെ ജ്വല്ലറിയിലേക്ക് മദീന മാളിലെ ജ്വല്ലറിയിൽ കയറുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഓർണമെൻറ്റ്സിൻ്റെ ഇടയിൽ ഡയമണ്ട്സ് നല്ലോണം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ്. ഒരു ഡയമണ്ടൊക്കെ നമ്മുടെ മലയാളികളാണെങ്കിലും അല്ലെങ്കിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ മേടിച്ച് പോകണമെങ്കിൽ എന്താണ് രാജകുമാരിയുടെ ഈ റംസാൻ പ്രമാണിച്ചിട്ട് ഡയമണ്ടിന് നമ്മൾ ഫ്ലാറ്റ് 60% ഓഫ് കൊടുക്കുന്നത് ഡയമണ്ടിന്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, റംസാനോടനുബന്ധിച്ചിട്ട് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് 60% ഓഫ് നൽകുന്നത്. ഇനി ഡയമണ്ട് വാങ്ങാൻ പറ്റൂല എന്ന് ചിന്തിച്ചിരിക്കേണ്ട, വാങ്ങിക്കോളി. ദുബായിൽ ഒരു രാജകുമാരി തുറന്നപ്പം എല്ലാ മാസവും രാജകുമാരിയിൽ നറുക്കെടുപ്പുണ്ട് അല്ലേ? ഓഫ് കോഴ്സ്. ഇന്നത്തെ മാസത്തെ നറുക്കെടുപ്പ് പിറ്റത്തെ മാസമാകുമ്പോൾ ഭാഗ്യശാലികളെ കണ്ടെത്തിയിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു അവതാരകനെ കണ്ട്, പേര് നാദിർഷ. പിന്നെ നറുക്കെടുക്കുന്നത് അത് നിങ്ങൾക്ക് എന്താ പറയുക, വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ സാന്നിധ്യത്തിലാണ് എടുക്കുന്നത്. എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറയുന്നു. അവർക്കുള്ള സമ്മാനം കാണിച്ചപ്പോൾ ശരിക്കും ഞെട്ടി. ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത് 2 പേർക്ക് നമ്മൾ സ്വർണ്ണ നെക്ലസ്സാണ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത്. അടിപൊളി. ഇനി ഇപ്പോൾ എല്ലാ മാസങ്ങളിലും ഇപ്പോൾ ജലാൽ ഭായി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഓരോ മാസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് തൊട്ടടുത്ത മാസം ഒരു സ്വർണ്ണ കോയിനും സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, ദുബായിലെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പം ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതും പോരാഞ്ഞ് മാസാമാസം നറുക്കെടുപ്പിലൂടെ ഇപ്പം നെക്ലസും കൊടുത്ത് ഇനി ഗോൾഡ് കോയിനും കൊടുക്കുന്നുണ്ട്. മിസ് ചെയ്യേണ്ട രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്. നാർഷഭായി, നമ്മളിരുന്ന് സംസാരിക്കുന്നതിൽ മൊത്തം ഓഫറുകളാണ്. മൊത്തത്തിൽ ജനങ്ങൾക്കുള്ള ഓഫറുകളുടെ എന്താ പറയുക, വരിവരിയായിട്ടുള്ള നിരകളാണ്. നമ്മളുള്ളതല്ലേ പറയുന്നത്. തീർച്ചയായിട്ടും ഉള്ളതാണ് പറയണത് എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും നോക്കിയാലും നിങ്ങളിൽ തൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കേട്ടാലും മനസ്സിലാവും. ഇപ്പം നമ്മൾ ഒരുവിധമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് നിങ്ങൾ പിന്നെ വ്ളോഗ് ചെയ്യുന്നത് കണ്ടു. സ്വർണം പരിചയപ്പെടുത്തുന്നതും റേറ്റ് പരിചയപ്പെടുത്തുന്നതും ഓഫറുകളും നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സ്വർണ്ണം ഒന്നും വാങ്ങാതെ നിങ്ങളുടെ ഇൻസ്റ്റാ ഫോളോ ചെയ്താലും എനിക്കും കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സമ്മാനങ്ങൾ കിട്ടും, കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതായത് നമ്മുടെ ഷോറൂം വന്ന് സന്ദർശിച്ച് ഒരു ഫോട്ടോ സെൽഫി എടുത്തതിന് ശേഷം അവരുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് നമ്മളെ ഒന്ന് ടാഗ് ചെയ്താൽ മതി. തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക്
ഇൻഷാല്ല ഡയമണ്ട് റിങ് കൊടുക്കും. കേട്ടോ 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 നിങ്ങൾ കേട്ടോ, ദുബായിൽ താമസിക്കുന്നവരാണെങ്കിൽ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിലും മദീന മാളിൽ ചെന്നിട്ട് രാജകുമാരിയുടെ ഷോപ്പിൽ ചെന്നിട്ട് നേരെ കുത്തനെ പോയിട്ട് ഒരു സെൽഫി എടുത്തിട്ട് രാജകുമാരിക്ക് മെൻഷൻ ചെയ്യുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ടാളുകൾക്ക് എന്ത് കൊടുക്കുന്ന പറഞ്ഞേ? 2 പേർക്ക് ഡയമണ്ട് റിങ് കൊടുക്കാം. 2 പേർക്ക് ഡയമണ്ട് റിങ്. പർച്ചേസ് ചെയ്യണ്ട, പൈസ ചിലവാക്കണ്ട, വെറുതെ രാജകുമാരിയുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കുക. എന്തായാലും വെറുതെ ഇരിക്കുന്നവർക്കും സമ്മാനങ്ങളുടെ പെരുമയാണ് രാജകുമാരി നൽകുന്നത്. അതെ, അത് നമ്മുടെ ഒരു ബ്രാൻഡിങ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പരിചയത്തിലുണ്ടാവും, പരിചയപ്പെടുന്നവരുണ്ടാവും. നിങ്ങളുടെ ഡയമണ്ട് കളക്ഷനിൽ ഏറ്റവും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മാനേജിങ് ഡയറക്ടർ, എൻ്റെ പ്രിയപ്പെട്ട നിസാർക്ക. ഓഫ് കോഴ്സ്. കാരണം കലാകാരന്മാരെ ഇഷ്ടമാണ്, വ്യക്തികളെ ഇഷ്ടമാണ്. നിങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെയും ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയൊക്കെ എല്ലാവരുടെയും ഡയമണ്ടാണ് ഇക്ക. ശരിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നലെ നിസാർഖാനെ കാണാൻ വേണ്ടി പോയപ്പോൾ മൂപ്പരുടെ ആ ഒരു എളിമ, നമുക്ക് തരുന്ന റെസ്പെക്റ്റ്, അതിപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാതെ തന്നെ ആ വലിയ മനുഷ്യൻ്റെ എന്താ പറയുക എളിമത്വം എന്നും എന്താ പറയുക ബിസിനസ്സിലും ജീവിതത്തിലും മൂപ്പർ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡിൻ്റെ വളർച്ചയും അത് തന്നെയാണ്. പിന്നെ എൻ്റെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിസാർക്കയാണെങ്കിലും നാദിർഷയാണെങ്കിലും. അന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പം ഞാൻ കിണു വെച്ച് ആ ഷോയ്ക്ക് പാടിയപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ പറ്റിയിട്ട് പാടണം എന്ന് പറഞ്ഞപ്പം ഞാൻ അന്ന് നാദിർഷയ്ക്ക് പാടി തന്നാണ്. ഇന്ന് ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളാണ് നിങ്ങൾ. നമ്മൾ വന്നിക്കണ്, നമ്മൾ ദുബായിലെത്തിക്കണ്, മദീന മാളിൽ കയറിക്കണ്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട് കണ്ടിക്കണ്, കടയിൽ കയറിക്കണ്, നമ്മൾ വട്ടം കറങ്ങിക്കണ്, ഡയമണ്ട് വെട്ടിത്തിളങ്ങിക്കണ്, ഒപ്പം ഓഫറും വെച്ചിക്കണ്, നാട്ടുകാരറിഞ്ഞിക്കണ്, എല്ലാവർക്കും സമ്മാനം കൊടുത്തിക്കണ്, പൈസ കുറച്ചിട്ട് കൊടുത്തിക്കണ്, നല്ലോണം ലാഭാന്ന് തിരിഞ്ഞിക്കണ്, എല്ലാവരും ചിന്തിച്ചിക്കണ്, മാസം മാസം പൈസ തന്നിക്കണ്, 1 കൊല്ലം കഴിയാനായിക്കണ്, കൈമേൽ ഗോൾഡ് കിട്ടിക്കണ്, എല്ലാവർക്കും സന്തോഷമായിക്കണ്, ഒരുപാട് രാജകുമാരി തുടങ്ങട്ടെ എന്ന് പറഞ്ഞിക്കണ്. അപ്പം ഞാൻ കിണു വെച്ച് പാടിയത് കേട്ടല്ലോ, സംഭവം സെറ്റായിട്ടുണ്ട്. സെറ്റ്. ഇനി നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്താൽ തന്നെ ഡയമണ്ട് റിങ് സമ്മാനം കിട്ടുന്ന കാര്യം ഇതിനകത്ത് വന്നില്ല. നമ്മൾ പാടിക്കണ്, അതിൽ പാടാൻ വിട്ടിക്കണ്, സംഭവം സെറ്റാന്ന് പറഞ്ഞിക്കണ്, ഡയമണ്ട് കിട്ടുമെന്ന് പറഞ്ഞിക്കണ്, ഫോളോ ചെയ്യാൻ പറഞ്ഞിക്കണ്, ഇൻസ്റ്റാ നോക്കാൻ പറഞ്ഞിക്കണ്, ഷോപ്പിൽ വരാൻ പറഞ്ഞിക്കണ്, സെൽഫി എടുക്കാൻ പറഞ്ഞിക്കണ്, നമുക്ക് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിക്കണ്, സമ്മാനം കയ്യിൽ കൊടുത്തിക്കണ്, ഒക്കെ കൂടെ വൽക്കമലായിക്കണ്. കഥയിലെ രാജകുമാരി ഒരു കഥ ഞാൻ പറയുകയായി. ദുബായിലെ ആദ്യത്തെ രാജകുമാരി എന്തായാലും ഓപ്പൺ ചെയ്ത് സമ്മാനങ്ങളും ഓഫറുകളും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത രാജകുമാരി GCCയിൽ എവിടെ കാണാൻ പറ്റും? ഇൻഷാല്ല തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ഷാർജയിൽ ഞങ്ങളുണ്ടാവും. അപ്പോൾ ഷാർജയിലുള്ളവരെ വാച്ച് ചെയ്തോളി, കാത്തിരുന്നോളി. ഒരുപാട് സമ്മാനങ്ങളും ഓഫറുകളുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരി എന്താ പറയുക തേരിലേറിയിട്ട് ഷാർജയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. ഷാർജയിൽ മാത്രമല്ല കേട്ടാ, റബ്ബ് സഹായിച്ചാൽ GCC മൊത്തത്തിൽ രാജകുമാരി സ്പ്രെഡ് ചെയ്യും. ദുബായിലെ മദീന മാളിലെ രാജകുമാരി ഒരെണ്ണത്തിൽ തുടങ്ങി GCC മൊത്തം ഒരുപാട് സ്ഥാപനങ്ങൾ ഇനി പടർന്ന് പന്തളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളുമായിട്ട് അടുത്ത ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പഴയ സ്വർണം തന്നിട്ട് പുതിയ സ്വർണം എടുക്കാനുള്ള സ്കീമുകൾ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ക്യാഷായിട്ട് തന്നെ വരണമെന്നില്ല. ഓർണമെൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഫ്രഷ് ഓർണമെൻറ്റ്സ് ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ എടുക്കാൻ കഴിയും. ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ കല്യാണ പർച്ചേസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ കാണിച്ചു തരും. ചിലപ്പോൾ അത് ഷോറൂമിൽ അവൈലബിൾ ആയിരിക്കില്ല, ആ മോഡൽ ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ നമ്മൾ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ വരാൻ പോണ കസ്റ്റമർ അവർക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ കാണിച്ചു തരുമ്പം അത് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരാളുടെയും കൺസെപ്റ്റ് അവർ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അക്കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളിലുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ടൊക്കെ കൊടുക്കാൻ പറ്റും? അത് ഒരു 1 വീക്ക് കൊണ്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഓർണമെൻറ്റ്സ് മാത്രമല്ല സെയിൽ ചെയ്യുന്നത്, ബുള്ളിയൻസ്, ഗോൾഡ്, ബിസ്ക്കറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്തായാലും പൈസയായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ കൊണ്ടുപോകാം. ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണ് ഒട്ടുമിക്ക ആൾക്കാരതാണ്. നമ്മളൊരു സ്വർണം വിൽക്കാൻ വരുമ്പം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വരുമ്പം അത് മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും മേടിച്ചതാണെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ എന്താ പറയുക
അഭിപ്രായ വ്യത്യാസങ്ങളും ഏറ്റക്കുറച്ചിലുകളും വിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൺഫ്യൂഷനൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കാറുണ്ട്. നമ്മൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വർണ്ണമായിട്ട് വരുമ്പം ഏത് രീതിയിലാണ് നിങ്ങൾ അതിനെ കാണുക, മറ്റൊരു സ്ഥാപനത്തിലെ സ്വർണ്ണത്തെ? ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള ഏത് ഓർണമെൻറ്റ്സ് കൊണ്ടുവന്നാലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. അത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് എന്നുള്ളതല്ല, എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും ഏറ്റവും കൂടുതൽ മൂല്യം അതിന് നൽകും. ഉറപ്പായിട്ടും കൊടുക്കാം. ഈ ദുബായിലേക്ക് നമ്മളൊക്കെ വരുമ്പം, പ്രത്യേകിച്ച് നമ്മളൊക്കെ കലാകാരന്മാരാണ്, നമുക്കൊരു സംശയമുണ്ട്. നാർഷഭായി, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടാവും, ആ കാശിന് ഗോൾഡ് വാങ്ങി കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ കസ്റ്റംസ് പിടിക്കുമോ, അല്ലെങ്കിൽ അവിടെ വെച്ച് ചെക്ക് ചെയ്യുമോ, ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ്, ഗൾഫ് നാടുകളിൽ വന്നിട്ട് നാട്ടിലേക്ക് നമുക്ക് ഗോൾഡ് കൊണ്ടുപോകാൻ, അനുവദനീയമായിട്ടുള്ള ഗോൾഡ് കൊണ്ടുപോകാനുള്ള ആ ഒരു കാര്യം പറഞ്ഞുതരും. അതായത് ഇപ്പോൾ ടാക്സ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ജെൻസിന് ഒരു 20 ഗ്രാംസും ലേഡീസിന് ഒരു 40 ഗ്രാംസും വേണം. അപ്പോൾ ജെൻസിന് വന്നിട്ട് 20 ഗ്രാം എന്ന് പറയുന്നത് 2.5 പവൻ, 40 ഗ്രാം ആയപ്പോൾ 5 പവൻ, ഇത്രയും ഓർണമെൻറ്റ്സ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. നാട്ടിലുള്ള ഭാര്യമാരെ, ഭർത്താക്കന്മാരും ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളി, 2.5 പവൻ നാട്ടിലേക്ക് അവർക്ക് കൊണ്ടുവരാനുള്ള അനുവാദമുണ്ട്. ഇനി അതല്ല, ലേഡീസ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി, 5 പവൻ കൊണ്ടുപോകാനുള്ള അനുവാദമുണ്ട്. ധൈര്യത്തോട് കൂടിയിട്ട് സ്വർണം വാങ്ങിയിട്ട് പോകും. ഇനി അതിന് മുകളിലോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ, ടാക്സ് പേ ചെയ്താൽ മതിയല്ലോ. പൈസ വേണ്ടേ? നാദർഷഭായി, വർഷങ്ങൾക്ക് മുൻപ് നമ്മളൊക്കെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ മനസ്സിൽ രാജകുമാരി എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, നിങ്ങളുടെ ലോഗമൊക്കെ മൈൻഡിൽ കയറിയതാണ്. പിന്നെ സുഹൃത്ത് ഗാലറിവിഷൻ്റെ ഷെർഫ് വരെ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പേര് മനസ്സിൽ കയറിയിട്ടുള്ളതാണ്. നമ്മൾ കണ്ട കാഴ്ചകളും പേരുകളൊക്കെ ക്യാച്ച് ചെയ്തിട്ട് പാട്ടുകളൊക്കെ എഴുതിയിട്ട് ആൽബാക്കി ഇറക്കിനും. രാജ്കുമാരി എന്ന് പറയുന്ന പേരിൽ ഷാഫി പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഞാൻ ഈ കിണ് എന്ന് പറഞ്ഞ ആൽബത്തിൽ ഷാഫി പാടിയ പാട്ടാണ്. ഇപ്പം അത് സോഷ്യൽ മീഡിയയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വൈറലാകാൻ വേണ്ടിയിട്ട്, വൈറലല്ല, അന്ന് നമുക്ക് ഈ തുടക്കം ചില പേരുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പരിപാടി ആയിരുന്നല്ലോ പണ്ട്. നമുക്കൊരു ബ്രാൻഡിങ് ആവും, അത് വൈറലാവട്ടെ. ആവട്ടെ. അതിൽ ഇതാണ്, രാജ്കുമാരിയെ അനുരാഗറാണിയെ, രാജ്കുമാരിയെ അനുരാഗറാണിയെ, എന്നോടൊന്നിഷ്ടം ചൊല്ലാനായി വന്നോട്ടെ കണ്ണേ കൺമണി. ഇനി എല്ലാവരും അത് തപ്പിപ്പിടിച്ചെടുത്തോളും. അപ്പോൾ എന്തായാലും രാജ്കുമാരി ഗ്രൂപ്പ്, രാജ്കുമാരി ഗോൾഡൻ ഡയമണ്ട്സ് GCCയിൽ മൊത്തത്തിൽ എല്ലായിടത്തും തുടക്കം കുറിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ അതിഥിയായിട്ട് ഒരു സുഹൃത്ത് എന്ന രീതിയിലും രാജ്കുമാരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഡയറക്ടർ നാദിർഷ എന്ന ആ ഒരു പേരിലും വന്നതിലും, കുറച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് ചർച്ച ചെയ്യുകയും ഒരുപാട് കുശല സംഭാഷണമായിട്ട് നമ്മൾ രസകരമായിട്ട് സംസാരിച്ചതിലും, പിന്നെ ഒരുപാട് ഓഫറുകൾ നമ്മുടെ പ്രിയപ്പെട്ട ദുബായിലുള്ളവർക്ക് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ടാകും. അപ്പോൾ GCCയിൽ മൊത്തം രാജ്കുമാരി ഗോൾഡൻ ഡയമണ്ട്സ് നിറയട്ടെ, കാണട്ടെ, ഒരുപാട് ഓഫറുകളുമായിട്ട് ജനങ്ങൾ സന്തോഷിക്കട്ടെ എന്നുള്ള നന്മ നിറഞ്ഞ ആശംസ അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നമുക്ക് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തായാലും രാജകുമാരിയുടെ പ്രിയപ്പെട്ട ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെയുണ്ട്, അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതോടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജലാൽ ഭായി, GCC ഒട്ടാകെ രാജകുമാരി വരണമെന്നുള്ളതാണ് നമ്മുടെ വിഷൻ. ഇൻഷാ അല്ലാഹ് റബ്ബ് സഹായിച്ചാൽ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ഷാർജയിൽ ഞങ്ങളുടെ ഒരു ഷോറൂം പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഉടൻ തന്നെ ആരംഭിക്കുന്ന ഷാർജയിലെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. സെറ്റ്.